എൻ്റെ ഷിറ്റ്സു, അവളുടെ പേര് ചിച്ചു എന്നാണ്, അവളാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഞങ്ങൾ ഇവളുടെ സലൈവ കയ്യിൽ പറ്റിയാൽ അങ്ങനെ അത് കാര്യമാക്കാറില്ല. പിന്നെ നമ്മുടെ ഹൈജീനിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കത് കഴുകിക്കളയുന്നത് നല്ലതാണ്. അതിപ്പോൾ നമ്മുടെ സ്വന്തം സലൈവ നമ്മുടെ കയ്യിലായാലും നമ്മൾ കഴുകിക്കളയും. പക്ഷേ നമ്മുടെ പല പുസ്തകങ്ങളിലും ഒക്കെ പറയുന്ന പോലെ കാപ്പനോസൈറ്റോഫാഗ, പാസ്ചറല്ല എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്ത് കയറുമെന്നും അതിഭീകരമായ രോഗങ്ങൾ പലതും ഉണ്ടാകുമെന്നും ഒക്കെയുള്ള പഠനങ്ങൾ അത് ഇൻ വിട്രോ സ്റ്റഡീസും ഒക്കെയാണ്. അതായത് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. സലൈവ പലപ്പോഴും സ്റ്റെറൈലാണ്. എന്നാൽ സലൈവ ഇൻഫെക്റ്റഡ് ആകാം. പല്ലിനോ മോണയ്ക്കോ പഴുപ്പുള്ളപ്പോഴും, നാക്കിന് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴത്തേക്കും, ടോൺസിലൈറ്റിസ് ഉള്ളപ്പോഴത്തേക്കും, സലൈവറി ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴത്തേക്കും ഒക്കെ സലൈവ ഇൻഫെക്റ്റഡ് ആകാം. അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ എപ്പോഴും ഇതൊന്നും ഉണ്ടാകാറില്ല. സലൈവ നമ്മൾ ക്ലിയറായിട്ട് ഏതൊരു മാമലിൻ്റെയും സലൈവ എടുത്ത് പരിശോധിച്ചാൽ പൊതുവെ മാമൽസിൻ്റെ സലൈവ വളരെ ക്ലിയറായിരിക്കും. അതിനകത്ത് ബാക്ടീരിയയോ ഫംഗസോ വൈറസോ ഒന്നും ഉണ്ടാകാറുമില്ല.